ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പ്രിയ ദൈവജനമേ, വീണ്ടും നോത്തുള്ള സെക്ഷന്റെ ദൈനംദിന ശിവസ്കൂൾ പാഠപഠന പദ്ധതിയിലേക്ക് എല്ലാവരെയും വിട്ടുവരണിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ ക്വാർട്ടറിലെ 6 പാഠങ്ങളും നമുക്ക് പഠിക്കുവാനുള്ള ഭാഗ്യം, അതിനുള്ള അവസരം ദൈവം തന്നു. ആ പാഠം പഠിച്ച് അതിലെ യൂത്തുകളെ നാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് 7-ാം പാഠത്തിലേക്ക് ഈ സമയത്ത് കടന്നു വരാം എന്ന് ആഗ്രഹിക്കുന്നു. 7-ാമത്തെ പാഠത്തിന്റെ തലക്കെട്ട് ആത്യന്തിക വിശ്വസ്തത, ഒരു യുദ്ധമേഖലയിൽ ആരാധന എന്നതാണ്. ഈ തലക്കെട്ടിൽ നിന്ന് തന്നെ ആരാധനയുടെ പ്രാധാന്യം, ആരാധന ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ജീവിതത്തിൽ എത്രമാത്രം അവരെ സ്വാധീനിക്കുവാനും അവർ ലക്ഷ്യത്തിൽ മുന്നേറുവാനും ആ ലക്ഷ്യപ്രാപ്തിക്കായിട്ടും അവരെ സഹായിക്കുന്നു എന്ന് ഈ പാഠങ്ങൾ തുറന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ആരാധന നാം എല്ലാ കാര്യങ്ങളെക്കാൾ ദൈവത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട്, ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നാം ജീവിക്കുന്നവരാകുന്നു എന്ന് ഓർക്കുവാനും അത് നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ പരിശീലിക്കുവാനുമുള്ള ഒരു വലിയ സന്ദർഭമാണ്. നമ്മുടെ മനസ്സിലാക്കുന്നത്, ഈ അന്ത്യകാലത്ത് നാം ജീവിക്കുമ്പോൾ നാം ചെയ്യുന്ന പല മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷകൾ, അതൊരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നാം ചെയ്തു പോകേണ്ട ചില കാര്യങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് നാം ചെയ്യുന്നതാണോ, അതോ അതിലുപരി നാം ഓരോരുത്തരും എത്രമാത്രം ദൈവവുമായിട്ട് അടുത്ത് വസിക്കുകയും സംസർഗം ചെയ്യുകയും ആ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള നമ്മുടെ ഒരുക്കമാകുന്നുവോ നമ്മുടേതായ പ്രാർത്ഥനകളും കൂടിവരകളും എന്ന് നാം ഓർക്കേണ്ടതും. പല കാര്യങ്ങളും നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകുന്ന സ്വഭാവം ഉള്ളവരായതുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളത് മറക്കാതെ ചെയ്യണം, മറന്നു പോകരുത്, ഓർക്കേണ്ടതാകുന്നു എന്ന് തിരുവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ നാം നമ്മുടെ ആത്മജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് മറ്റു കാര്യങ്ങളെക്കാൾ മുൻതൂക്കം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതൊന്ന്, ദൈവം നമുക്ക് നൽകിയ ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുക, ദൈവത്തിന്റെ വിശുദ്ധ ശബത്ത് നാം അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തെ ഓർക്കുവാനും ആ വിശുദ്ധ ദിവസം ദൈവത്തെ നമുക്ക് ആത്മാവിനും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് ഒരു ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവം അനുഭവിക്കുവാനും ആ ഒരു സന്തോഷത്തിലേക്ക് നമ്മുടെ സഹജീവികളെ ആനയിക്കുവാനും വരുവാനിരിക്കുന്ന ഒരു വലിയ നാശത്തിന്റെ അനുഭവത്തിൽ നിന്ന് അങ്ങനെയുള്ളവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കൈപിടിച്ച് നടത്തുവാനും ദൈവമായിട്ടുള്ള നമ്മുടെ ഉടമ്പടി നാം ഓർത്തുകൊണ്ട് ആ ഉടമ്പടി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം ഓർക്കുവാനും പാലിക്കുവാനും ബാധ്യസ്ഥരാകുന്നു എന്ന ഒരു വലിയ കാര്യം നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനപ്പാഠമാക്കി എടുത്തിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അവിടെ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ ഏത് കാര്യങ്ങളെക്കാൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതാകുന്നു എന്ന് നമ്മളെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ
33 ഓർമ്മപ്പെടുത്തുമ്പോൾ അത് മറക്കാതെ പ്രമാണിക്കുവാനും ചെയ്യുവാനും ഈ തിരുവചന പഠനങ്ങൾ നമ്മളെ ഒന്നുകൂടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, നല്ല ദൈവമേ, വീണ്ടും മനോഹരമായ ഒരു അവസരം അവിടുത്തെ തിരുവചനം പഠിക്കുവാൻ അവിടുന്ന് ഇടയിൽ നൽകി തന്നതോർത്ത് നന്ദിയോടെ കർത്താവെ സ്തുതിക്കുന്നു. ഈ പാഠം പഠിക്കുന്ന, കേൾക്കുന്ന, ഇത് മനസ്സിലാക്കുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, മറ്റുള്ളവരോട് പറയുന്ന എല്ലാ നിന്റെ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപ, അവിടുത്തെ കരുണ നിന്റെ മക്കൾ കൂടി ഇരിക്കണം. പാഠം പഠിക്കുവാനുള്ള, തുറന്ന് മനസ്സിലാക്കാനുള്ള ആത്മീയ കൃപ അവിടുന്ന് നൽകി തരണം. മാനവത്വ കഥാവ് എടുക്കണം. എല്ലാ അടികൾക്ക് ആ ജീവനെ തന്ന യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപ കേൾക്കണം. നല്ല ദൈവമേ, ആമേൻ. നാം തുടർന്ന് മനസ്സിലാക്കുന്ന ഭാഗം ഉടമ്പടിയെ സംബന്ധിച്ച് തന്നെയാണ്. ദൈവജനമായ ഇസ്രായേലിന്റെ മരുഭൂമി പ്രയാണത്തിൽ ദൈവവുമായിട്ട് തൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്ത ഉടമ്പടികൾ, ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്ത പല വലിയ കാര്യങ്ങളും അവരെ വഴി നടത്തുകയും സഹായിക്കുകയും അവരോട് കൂടെ നിൽക്കുകയും അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവിടുത്തെ ദാസന്മാരിലൂടെ നൽകി അവരുടെ കൂടെ ഇരിക്കുമ്പോൾ പലപ്പോഴും ഈ ജനം ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ എത്തുന്നതിന് മുമ്പ്, ചില പ്രയാസ സന്ദർഭങ്ങളിലേക്ക് അവർ കടന്നു വരുന്നതിന് മുമ്പ്, ചില ഭാരമേറിയ കാര്യങ്ങൾ അവർക്ക് നിർവഹിക്കേണ്ടതായിട്ട് വരുന്നതിന് മുമ്പ് അവരെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അവർ ചെയ്ത ഉടമ്പടികളെ ഓർത്ത് അത് അനുസരിക്കുവാനും പാലിക്കുവാനും തങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് ഓർത്തുകൊണ്ട് ആ ദൈവിക ഉടമ്പടികളോട് വിശ്വസ്തതയുള്ളവരായിട്ട് അവർക്ക് ജീവിപ്പാനും ഓർക്കുവാനും തങ്ങളെ തന്നെ പുനഃപ്രതിഷ്ഠിക്കുവാനുമുള്ള ഒരു അവസരം പലപ്പോഴും ദൈവം അവർക്ക് നൽകിയിരുന്നു. യോശുവ ഇസ്രായേൽ ജനത്തെ നയിക്കുമ്പോൾ യോശുവ മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുകയും അവർ യോർദാൻ കടക്കുവാൻ ദൈവം ആവശ്യപ്പെട്ട പ്രകാരം, നിർദ്ദേശപ്രകാരം ദൈവം ആ ജനത്തെ യോർദാൻ കടന്ന് ദൈവത്തിന്റെ ആ വലിയ അനുഗ്രഹത്തെ, പ്രവൃത്തിയെ മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തുടർന്നുള്ള അവരുടെ പ്രയാണത്തിൽ നേരിടേണ്ടതായിട്ട് ഉള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും എന്ത് എന്ന് യോശുവയിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുവാൻ, അതിൽ ജനം ഏർപ്പെടുവാൻ ഈ ദൈവജനത്തെ ഒരുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം യോശുവയ്ക്ക് ഉണ്ടായിരുന്നു. അത് യോശുവ മുഖാന്തരം ദൈവജനത്തോട് സംസാരിക്കുവാനും യോശുവ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുവാനും ദൈവത്തിന്റെ മക്കൾ അവിടെ ഒരുങ്ങുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പൊ കനാനിലേക്ക് കടന്നു വന്ന് ആ ദേശം അവർ വിഭാഗിച്ച് എടുക്കുന്നതിന് മുമ്പ് ദൈവത്തോടുള്ള ഇസ്രായേലിന്റെ ഉടമ്പടി ഏറ്റവും മുഖ്യമായ ഒന്നാണ് എന്ന് അവർ യോശുവ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന്റെ കാരണം ഇസ്രായേൽ ജനം മനസ്സിലാക്കിയതനുസരിച്ച് അവരുടെ യുദ്ധങ്ങളെ നയിക്കുന്നതും അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും യഹോവയാണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതിനുള്ള പരിശീലനം, അതിനുള്ള യുദ്ധമുറകള് അഭ്യസിപ്പിക്കുന്നതിനോ
അത് പറഞ്ഞു കൊടുക്കുന്നതിനും അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നതിനുമുള്ള ഒരു രീതി ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല യോശുവ മോശെ അങ്ങനെ ഒരു കാര്യം വരെ പരിശീലിപ്പിച്ചിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നാം മനസ്സിലാക്കുന്നത് പോലെ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് യഹോവ ആവുന്നു. എന്നാൽ ഈ ജനം യോർദാൻ കടന്ന് യെരിഹോ പിടിച്ചടക്കി ഹായിലൂടെ വന്ന് കനാൻ ദേശത്തിലേക്ക് എത്തുമ്പോൾ ആ കനാൻ ദേശം മോശ മുഖാന്തരം യോശുവ പറഞ്ഞ നിർദ്ദേശപ്രകാരം വിഭാഗിച്ച് ദൈവത്തിന്റെ ജനത്തിന് കൊടുക്കുമ്പോൾ ആ ദേശത്തിന്റെ, കനാൻ ദേശത്തിന്റെ മാത്രമല്ല, ഈ സകല ഭൂമിയുടെയും ഉടമയായ ദൈവത്തോട് അവരൊരു ഉടമ്പടി വെക്കേണ്ടത് ആവശ്യമില്ല. കാരണം ആ കനാൻ ദേശത്തേക്ക് അവരെ ദൈവം കൊണ്ടുവന്നത് ദൈവത്തിന്റെ ഭുജവീര്യം കൊണ്ടാണ്, ദൈവത്തിന്റെ നീട്ടിയ കരങ്ങൾ കൊണ്ടാണ്, ദൈവം യോശുവയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ് എന്ന് ആ ഇസ്രായേൽ ജനം മറന്നു പോകാതിരിക്കാൻ മാത്രമല്ല, അവരുമായിട്ട് ഒരു ഉടമ്പടി അവിടെ യോശുവ ആ ജനത്തെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് പോകുന്ന മരുഭൂമിയിൽ വെച്ച് ജനിച്ച 2ാം തലമുറയിൽപ്പെട്ട എല്ലാവരെയും യഹോവ നിർദ്ദേശിച്ച പ്രകാരം പരിച്ഛേദന കഴിക്കുവാൻ യോശുവ തീരുമാനിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവർക്ക് ലഭിക്കുന്ന വിജയങ്ങള്, അവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹങ്ങള് അവരാഘോഷിക്കുവാനും അത് ആസ്വദിക്കുവാനും അതിൽ സന്തോഷിക്കുവാനും അവർക്ക് അവസരം ലഭിക്കുമ്പോൾ അതോടൊപ്പം തന്നെ മിസ്രൈമിൽ നിന്ന് അവരെ വിടുവിച്ച് മാത്രമല്ല, അവിടെ യാത്രയിൽ ഉടനീളം എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട്, മാത്രമല്ല ദൈനംദിനമുള്ള അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടിരുന്ന പല പോരായ്മകളെയും കുറവുകളെയും പ്രയാസങ്ങളെയും പരിഹരിച്ചുകൊണ്ട് ഒരു ഏറ്റവും വലിയ സുരക്ഷിതത്വം അവർക്ക് ഒരുക്കി കൊടുത്തുകൊണ്ട് അവരെ നടത്തിയ ആ ദൈവമായിട്ടുള്ള ബന്ധം ആഘോഷിക്കുവാനും ഈ ഉടമ്പടികളിലൂടെ യോശുവ ആ ജനത്തെ ഓർമ്മപ്പെടുത്തുകയും ആ ഉടമ്പടി പുതുക്കി ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് അതിന് പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ ദൈവസന്നിധിയിൽ ഒരുക്കമുള്ളവരായിട്ട് അത് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ആ ദൈവ നടത്തിപ്പിന്റെ അനുഗ്രഹം അനുഭവിച്ച് ആ ഒരു നിറഞ്ഞ സന്തോഷത്തിൽ ദൈവത്തിന്റെ ജനം ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കും. അതിന് പ്രകാരമാണ് ഈ പറയുന്ന പല ആഘോഷങ്ങളും കൂടിവരവുകളും ഉത്സവങ്ങളും അവർക്ക് നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ഈ ലോകത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും അങ്ങനെ നിരവധി പ്രശ്നങ്ങളാൽ മനുഷ്യൻ ഇന്ന് വളരെ സമ്മർദ്ദത്തിന്റെ അനുഭവത്തിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും നാം ചെയ്യേണ്ട പല കാര്യങ്ങൾ ഒരുപക്ഷെ സമയത്തിന് ആഹാരം കഴിക്കുന്ന, സമയത്തിന് ഉറങ്ങുന്ന ഒരു അനുഭവം പോലും മനുഷ്യന് ഇന്ന് ലഭിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കാൻ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന അനേകരുണ്ട്. അങ്ങനെ നാം ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും എന്താണ് എന്നുകൂടി നാം ചിന്തിക്കുന്നത് നല്ലതാണ്. നാം ശരിയായി ഉറങ്ങാതെ, ശരിയായി വിശ്രമിക്കാതെ, അല്ലെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യാതെ, നമുക്ക് അല്പസമയം എടുത്ത് പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ വചനം ചിന്തിക്കുവാനോ കഴിയാതെ, ഭൗതികമായ ജീവിതത്തിലെ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി നാം വിശ്രമമില്ലാതെ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? നാം ജീവിക്കുന്നതിൻ്റെതായ ആ ലക്ഷ്യം എന്താണ്? നാം എന്താണ് പ്രതീക്ഷിക്കുകയും ആശിക്കുകയും ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്.
അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവജനം പെസഹ ആഘോഷിക്കുവാൻ യോശുവ മുഖാന്തരം ദൈവം ആവശ്യപ്പെടുന്നു. ഒരു വലിയ പ്രതിസന്ധിക്ക് മുമ്പ്, ഒരു വലിയ പ്രശ്നത്തിന്റെ മുമ്പിൽ ഇവിടെ ദൈവം അല്ലെങ്കിൽ യോശുവ ആ ജനത്തോട് പെസഹ ആചരിക്കുവാൻ അവിടെ ആവശ്യപ്പെടുന്നു. ഈ പെസഹ ആചരിക്കുന്നത് നമുക്കറിയാം, അത് നാം മിസ്രൈമിലെ ജീവിതവും അവിടെ നിന്നുള്ള പുറപ്പെടലും ചിന്തിക്കുമ്പോൾ ആ സമയത്ത് ആ ജനം പെസഹ ആഘോഷിക്കുന്ന ഒരനുഭവത്തിൽ ആ രാത്രി മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്നു. ആ ഒരു അനുഭവം ഇവിടെ യോശുവ വീണ്ടും ഈ ജനത്തിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ നിർദ്ദേശിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ദൈവത്തിന്റെ ജനം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് ആ പെസഹയുടെ വിശദാംശങ്ങളും യോശുവയിലൂടെ ഈ ജനം മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങൾ അത് പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഈ രണ്ടാം തലമുറ ഇസ്രായേൽ ജനം ആ മരുഭൂമിയിൽ അവരുടെ ജീവിതം ആരംഭിച്ച് യോർദാൻ കടന്ന് അവരെ ദൈവത്തിന് നിർദ്ദേശപ്രകാരം പരിച്ഛേദന ചെയ്ത് പെസഹ ആഘോഷിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ജനം കഴിഞ്ഞ അല്ലെങ്കിൽ ജീവിതത്തിലെ അനുഭവങ്ങളെ, സംഭവങ്ങളെ, അവരുടെ പരിച്ഛേദനയെ, അവരുടെ യോർദാൻ കടന്ന അനുഭവത്തെ ഈ പെസഹയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പെസഹ നാം മനസ്സിലാക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് നടത്തിയ ഒരു ശുശ്രൂഷയാണ്. യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 29, 36, 1 കൊരിന്ത്യർ 5:7, 1 പത്രോസ് 1:18, 19, മത്തായിയുടെ സുവിശേഷം 26:26-29 വരെ, അതുപോലെ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 23, 26 വരെയുള്ള വാക്യങ്ങൾ മുഴുവനും പ്രതിപാദിക്കുന്നത് ഈ പെസഹ ആഘോഷത്തെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു അനുഭവമാണ്. തൻ വീഞ്ഞും അപ്പവും തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ ഇതെന്റെ ശരീരവും എന്റെ രക്തവും ആകുന്നു, ഇത് എന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് തന്റെ രക്തവും തന്റെ ശരീരവും നൽകിയത്? അതിലൂടെ എന്താണ് യേശു സാധ്യമാക്കി തീർത്തത്? ആ സ്മരണ, ആ ശുശ്രൂഷ നാം ചെയ്യുമ്പോൾ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് ഈ ഭൂമിയിൽ താൻ ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് നടത്തിയ ഏറ്റവും അതിപ്രധാനമായ ശുശ്രൂഷയുടെ ഓർമ്മയെ പുതുക്കിക്കൊണ്ട് കർത്താവ് യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാനും നമ്മെ പുതുജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനും നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാനും നമ്മുടെ പാപങ്ങളെ കഴുകുവാൻ തക്കവണ്ണം കർത്താവ് യേശു ക്രിസ്തു തന്റെ ജീവനെ, തന്റെ രക്തത്തെ, തന്റെ ശരീരത്തെ നമുക്ക് വേണ്ടി നൽകി എന്നും നാം മനസ്സിലാക്കുമ്പോൾ ഇത് കർത്താവ് യേശു ക്രിസ്തുവുമായിട്ട് നമ്മൾ
വീണ്ടും ഒന്നിച്ച് സമ്മേളിക്കുന്ന ആ കുഞ്ഞാടിന്റെ കല്യാണത്തെ നമുക്ക് ഓർക്കുവാനും ആ ഒരു വലിയ അനുഭവത്തെ നമുക്ക് ചിന്തിക്കുവാനും നമ്മളെ പ്രാപ്തമാക്കുന്ന, പ്രേരിപ്പിക്കുന്ന, നമ്മളെ അതിനുവേണ്ടി നമ്മളെ ഒരുക്കുന്ന ഒരു അനുഭവമാണ് പെസഹ എന്ന് നമുക്ക് അറിയാം. ഈ പെസഹയും തിരുവത്താഴവും ഏറ്റവും മഹത്തായ ശുശ്രൂഷകളും ദൈവജനമായ ഇസ്രായേൽ അവർക്ക് ദൈവം നൽകിയ വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഈ ജനത്തെ ഒരുക്കി നയിക്കുക എന്നത് പെസഹയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും ദൗത്യവുമായിരുന്നു. ഈ അനുഭവത്തിലൂടെയുള്ള ഒരു കടന്നു പോകൽ അല്ലെങ്കിൽ കടന്നു പോവുക എന്നൊരനുഭവം ആ ജനത്തെ അത് അനുഭവിക്കുവാൻ അനുവദിച്ചുകൊണ്ട് നാം ആദ്യമേ മനപ്പാട് വാക്യത്തിൽ വായിച്ചതുപോലെ ആദ്യമേ നാം അവന്റെ രാജ്യനീതിയും അന്വേഷിക്കുവാൻ കർത്താവ് യേശുക്രിസ്തു നിർദ്ദേശിച്ച ആ ഒരു ആഹ്വാനം ഈ ഉടമ്പടി പുതുക്കുന്നതിലൂടെയും പെസഹ ആചരിക്കുന്നതിലൂടെയും യോശുവ ഈ ജനത്തെ ഒരുക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു വീണ്ടെടുപ്പിന്റെ ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ അതിഥ്യമായ ലക്ഷ്യം തന്റെ ജനത്തെ വീണ്ടെടുത്തു കൊള്ളുവാൻ തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ച് അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷപ്പെടുവാനുള്ള ഒരു വലിയ ആഹ്വാനം ദൈവത്തിന്റെ വചനത്തിലൂടെ ലഭിക്കുമ്പോൾ അത് ഓർത്തുകൊണ്ട് നാം പ്രവർത്തിക്കുകയും ഈ ശുശ്രൂഷകളോട് നമ്മൾ കടന്നു പോവുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ എങ്ങനെ സ്നേഹിച്ചുകൊണ്ട് തന്റെ പുത്രനിലൂടെ വീണ്ടെടുക്കുവാൻ ആഗ്രഹിച്ചു, ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം നമ്മളുടെ സാധ്യമാകുവാൻ യോശുവ ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചതുപോലെ പരിശീലിപ്പിച്ചതുപോലെ തന്നെ നാം ഓരോരുത്തരും അത് ഓർക്കുവാനും പരിശീലിക്കുവാനും ഈ അനുഭവങ്ങളിലൂടെ നമുക്ക് മുൻപോട്ട് കടന്നുപോയി കർത്താവ് യേശുക്രിസ്തു നമ്മോട് ഓർക്കുക അല്ലെങ്കിൽ ഇത് ഓർത്ത് ചെയ്യണം എന്ന് നമ്മോട് ആഹ്വാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് ചെയ്യേണ്ടത് തന്നെ ആവുന്നു. അതുകൊണ്ട് അത് നാം ചെയ്തുകൊണ്ട് അതിൽ നാം പങ്കെടുത്തുകൊണ്ട് അതിലൂടെ നാം പൂർണ്ണമായിട്ടും യോജിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനം നിർദ്ദേശങ്ങള് നാം സ്വീകരിച്ചുകൊണ്ട് ആ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് ആത്മീയമായിട്ട് നമ്മളെ ഒരുക്കുവാനും ആ ഒരുക്കത്തിന്റെ വിധമായിട്ടുള്ള ശുശ്രൂഷകളുടെ പടികളിലൂടെ നമുക്ക് കടന്നു വരുവാനും ഈ ഇസ്രായേൽ ജനത്തെ യോശുവ ഒരുക്കിയ വിധത്തിലൂടെ നമുക്കും ഒരുങ്ങി ജീവിക്കുവാൻ ഇത് നമ്മളെ സഹായിക്കട്ടെ എന്ന് ചിന്തിച്ച് നമുക്ക് ബലിപീഠത്തിന്റെ പുതുക്കലിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയും. ബലിപീഠം നമുക്കറിയാം എന്താണ് എന്ന്. ഈ ബലിപീഠം എന്ന് പറയുമ്പോൾ ഇന്നൊരു പക്ഷേ മറ്റ് പല മനുഷ്യരും ചിന്തിക്കുന്ന തരത്തിലുള്ള ലോകത്തിന്റെ മുൻപിൽ മറ്റു പലരും മനസ്സിലാക്കുകയും കാണുകയും അല്ലെങ്കിൽ കേൾക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബലിപീഠമല്ല എന്ന് നമുക്ക് അറിയാം. ഇത് വലിയൊരു യാഗത്തിന്റെ പ്രതീകമായിട്ട് തന്റെ ജനം മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ഓർക്കുവാൻ ദൈവം നൽകിയ ഒരു കാര്യമാണ്. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോശുവ ഇസ്രായേലിന്റെ ദൈവത്തിന് ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു. മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരുന്നതൊക്കെയും ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാതെ
കല്ലുകൾ കൊണ്ട് ഒരു യാഗപീഠം അവിടെ പണിയുന്നതായിട്ട് നമുക്ക് കാണാം. ഗോത്രപിതാക്കന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ ഈ പ്രയാണ സമയങ്ങളിൽ അവരുടെ തീർത്ഥാടനം അല്ലെങ്കിൽ കടന്നു വന്ന പാതയിൽ ഒരു വലിയ അടയാളമായിട്ട് ഇങ്ങനെയുള്ള യാഗപീഠങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഈ യാഗപീഠങ്ങൾ എത്രമാത്രം പ്രാധാന്യവും സ്വാധീനവും ചെലുത്തിയിരുന്നു എന്നും ദൈവത്തിന്റെ ജനമായി ഈ ഭൂമിയിലായിരിക്കുന്ന അല്ലെ ഭൂമിയിൽ ജീവിച്ച ഈ ദൈവമക്കളുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു അടയാളമായിട്ടും ഈ യാഗപീഠങ്ങൾ നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പുസ്തകത്തിലെ യോശുവയുടെ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവിക ആശയവും തത്വവും ഇത് തന്നെയാണ്. അത് നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു യാഗപീഠത്തിലേക്ക്, ഒരു ബലിപീഠത്തിലേക്ക് കടന്നു പോകുവാനും ആ യാഗപീഠം പുതുക്കി പണിയുന്നതിലൂടെ അവിടെ യാഗം അർപ്പിക്കുന്നതിലൂടെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ അനുസരണമുള്ളവരായി, വിധേയത്വമുള്ളവരായി, വിശ്വാസമുള്ളവരായി എങ്ങനെ പുനഃപ്രതിഷ്ഠിക്കുന്നു എന്നും മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, ഒരു കാര്യം, ഈ യാഗപീഠം ഉണ്ടാക്കുക അല്ലെങ്കിൽ പുതുക്കി പണിയുക, അവിടെ യാഗം നടത്തുക അല്ലെങ്കിൽ യാഗം അർപ്പിക്കുക. പലപ്പോഴും ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഇരുമ്പ് ആയുധങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ട് ചെത്തുകയോ മിനുസപ്പെടുത്തുകയോ രൂപമാറ്റം വരുത്തുകയോ ചെയ്യാത്ത കല്ലുകൾ കൊണ്ട് യാഗപീഠം പണിയുക എന്ന് പറയുമ്പോൾ ആ യാഗപീഠത്തിന്റെ വിശുദ്ധിയും അതിന്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ജനത്തെ, ഇസ്രായേൽ ജനത്തെ ഈ യാഗപീഠം പുതുക്കുന്നതിലൂടെ, യാഗപീഠം പണിയുന്നതിലൂടെ, യാഗപീഠത്തിൽ യാഗങ്ങൾ അർപ്പിക്കുന്നതിലൂടെ ആ ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടി അല്ലെങ്കിൽ ദൈവം ഈ ജനത്തിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അവരുടെ വിടുതലുകളും അടിമത്തത്തിൽ നിന്നുള്ളവരുടെ സ്വാതന്ത്ര്യവും അത് അവരെ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു വലിയ വാക്തത്വത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വലിയ കരുതലിന്റെ, ദൈവത്തിന്റെ വാത്സല്യത്തിന്റെ ഒരു അനുഭവത്തിലേക്കാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവരനുഭവത്തിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ മക്കൾ എങ്ങനെ ആ ദൈവത്തെ ഓർക്കുകയും മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും സമർപ്പിക്കുകയും അനുസരണമുള്ളവരായി ജീവിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുവാനുള്ള മാർഗങ്ങളായിരുന്നു ഈ യാഗപീഠങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ദൈവത്തിന്റെ വചനങ്ങൾ പ്രമാണിക്കുക. ഇപ്പൊ നമുക്കറിയാം, ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിന് തൊട്ട് മുമ്പ് ആ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിലും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിലും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിലും ആവശ്യം മുൻകരുതൽ എടുക്കുന്നതിനൊക്കെ ഉപരിയായിട്ട് ഇവിടെ ഏറ്റവും പ്രാധാന്യമായിട്ട് ഇവിടെ കാണുന്നത് ദൈവത്തിന് യാഗം കഴിക്കുക, ഉടമ്പടി പുതുക്കുക, പെസഹ ആചരിക്കുക, ഇതൊക്കെയായിരുന്നു. ഒരു യുദ്ധം ജയിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഇതിനുണ്ട്. അതുകൂടാതെ ഒരു ജയവും
ഒരു നേട്ടവും അവരുടെ ജീവിതത്തിൽ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ കഴിയില്ല എന്ന് ആ ജനത്തെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുക എന്നത് ഇതിലൂടെ യോശുവ ആ ജനത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ മനുഷ്യരാശിയെ ദൈവത്തോടുള്ള അനുസരണത്തിലേക്ക് തിരികെ കൊണ്ടുവരിക അതായിരുന്നു കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൗത്യം. അപ്പൊ ആ ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് വേണ്ടിയുള്ള ഉടമ്പടി, അതിലൂടെ ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന, ദൈവ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവജനം വളരുകയും അത് തിരിച്ചറിയുകയും ചെയ്യണം എന്ന് ഇവിടെ നമ്മൾ പഠിക്കുന്നു. അപ്പൊ നാം എങ്ങനെ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അനുസരിച്ചുകൊണ്ട് ഉടമ്പടി പുതുക്കി, യാഗപീഠങ്ങളെ നാം പുതുക്കി പണിത്, കർത്താവ് അല്ലെങ്കിൽ ദൈവം നമ്മോട് ആവശ്യപ്പെട്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുവർത്തിച്ച് ദൈവിക നിർദ്ദേശങ്ങളെയും ഉപദേശങ്ങളെയും മറന്നു പോകാതെ അത് പാലിച്ചുകൊണ്ട് എപ്പോഴും ദൈവമായിട്ടൊരു നിരന്തര ബന്ധത്തിലും ഒരു നിരന്തര സമ്പർക്കത്തിലും നമുക്ക് ആയിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ, വലിയ പോരാട്ടങ്ങളെ, വലിയ പ്രതിസന്ധികളെ നമുക്ക് എങ്ങനെ നേരിടാം എന്ന് ചിന്തിക്കുമ്പോൾ ഈ ഉടമ്പടികൾ പുതുക്കിക്കൊണ്ട്, പ്രമാണിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ ദൈവത്താൽ അത് നമുക്ക് ലഭ്യമായി തീരും എന്ന് അവിടെ നാം മനസ്സിലാക്കും. അതുതന്നെയാണ് യോശുവയുടെ പുസ്തകം അവസാനത്തെ അധ്യായത്തിലും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അവിടെയും ഈ ജനത്തെ യോശുവ വിളിച്ചു വരുത്തി ആ ജനവുമായിട്ട് ഒരു നിയമം ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ശേഖേമിൽ വിളിച്ചു വരുത്തി അവർക്കൊരു ചട്ടവും പ്രമാണവും അവിടെ കൊടുക്കുകയും വിശുദ്ധ മന്ദിരത്തിന് അരികെയുള്ള കരുവേലത്തിന് കീഴെ കല്ല് നാട്ടി അതൊരു സാക്ഷ്യത്തിന് അടയാളമായിട്ട് തീരട്ടെ എന്ന് യോശുവ പറയുന്നുണ്ട്. അപ്പം ഈ വേദഭാഗത്തിന്റെ, യോശുവയുടെ പുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയും, അവസാനത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞത്, ആ ജനത്തെ ഒന്നിച്ചു കൂട്ടി വരുത്തി അവരോടൊരു നിയമം അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് ഒരു ചട്ടവും പ്രമാണവും അവർക്ക് നൽകിക്കൊണ്ട് അതവര് പാലിച്ചു കൊള്ളാം, അനുസരിച്ചു കൊള്ളാം എന്ന് സമ്മതിച്ച് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിനരികെ കല്ലുകൾ നാട്ടി അത് ആ ഉടമ്പടിയുടെ സാക്ഷ്യമായിട്ട് നിൽക്കട്ടെ എന്ന് യോശുവ പറഞ്ഞു. അതിനുശേഷം യോശുവയുടെ അവസാന സമയങ്ങളിലേക്ക് ആ ഭാഗം അവസാനിക്കും. അപ്പൊ ഈ കാര്യങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വലിയ പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, വെല്ലുവിളിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിലും വചനം പ്രമാണിക്കുന്നതിലും ചട്ടങ്ങളും നിയമങ്ങളും നാം പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട്, അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യവും പ്രവർത്തിപ്പാൻ നാം ദൈവത്തെ അനുവദിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ പ്രതികരിക്കുന്ന ആ പെസഹ നാം ആചരിക്കുമ്പോൾ ആ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യരാജ്യത്തില് നാമും കർത്താവിന്റെ കൂടെ ചേർക്കപ്പെടുന്ന ഒരു വലിയ സുദിനം നമുക്ക് ദൈവം നൽകുന്നുണ്ട്, ഒരുക്കുന്നുണ്ട് എന്ന ഒരു വലിയ പ്രത്യാശ, ഒരു വലിയ പ്രതീക്ഷ, സന്തോഷം നമ്മളിൽ നിറയ്ക്കുവാനും ആ സന്തോഷത്തിന്റെ അനുഭവത്തിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയും കരുതുകയും ചെയ്യും എന്ന് നമുക്ക് തുടർന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ
ദൈവം തന്റെ കൽപ്പനകള് കല്ലുകളിൽ എഴുതി ജനത്തിന് കൊടുത്തതുപോലെ നാം ആവർത്തന പുസ്തകം 27:4 വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ആകയാൽ നിങ്ങൾ യോർദാൻ കടന്നിട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടുകയും അവയ്ക്ക് കുമ്മായം തീർക്കുകയും വേണം. അതിന്റെ 13 വായിക്കുമ്പോൾ ശപിപ്പാൻ ഏബാൽ പർവ്വതത്തിൽ നിന്ന് നിൽക്കേണ്ടവർ അവരുടെ പേരുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ജനം ദൈവസന്നിധിയിൽ സാക്ഷ്യമായിട്ട് യോശുവ പറഞ്ഞ പ്രകാരം കല്ലുകൾ നാട്ടി അതില് കുമ്മായം തേച്ച് യഹോവ അവരുടെ ജീവിതത്തിൽ ചെയ്ത സകല അനുഗ്രഹങ്ങൾക്കും നടത്തിപ്പിനും വിജയത്തിനും അവരുടെ ജീവിതത്തിൽ നൽകിയ സകല നന്മകൾക്കും ഒരു അടയാളമായിട്ട് സാക്ഷ്യമായിട്ട് അത് നിലനിർത്തുക എന്നവിടെ പറയുന്നുണ്ട്. അവിടെ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അവര് അർപ്പിച്ചു ആ ഏബാൽ പർവ്വതത്തിൽ. ഇവിടെ ഇസ്രായേലിൽ തന്നെ പുരോഹിതന്മാരുടെ കൂടെ ആ പെട്ടകത്തിന്റെ ഇരുവശത്തും നിൽക്കുവാൻ ആവശ്യപ്പെടുകയും ഒരു സംഘം ഏബാൽ പർവ്വതത്തിന്റെ വശത്തും മറ്റൊന്ന് ഗരീസിം പർവ്വതത്തിന്റെ മുന്നിലും, ഏബാൽ പർവ്വതത്തിന്റെയും ഗരീസിം പർവ്വതത്തിന്റെയും മുൻപിൽ നിൽക്കുവാൻ ആവശ്യപ്പെട്ട പ്രകാരം അവിടെ നിൽക്കുന്നത് അവിടെ ജനത്തിന്റെ ജീവിതത്തിൽ അവർക്ക് അനുഗ്രഹത്തിന്റെയും ശാപത്തിൻ്റെതായ കാര്യങ്ങൾ അവരോട് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പറയുന്ന ഒരു അനുഭവത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഈ ഏബാൽ പർവ്വതത്തില് യാഗപീഠം പണിത് അവരെ അവിടെ സമർപ്പിക്കുന്ന ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ വലിയ യാഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അത് മാത്രമല്ല, ഈ യാഗങ്ങൾ നടത്തുമ്പോൾ അർപ്പിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ശ്വാസമുള്ള ഏവർക്കും ആ ദൈവ അനുഗ്രഹം പ്രാപിപ്പാൻ ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഇടയാകുകയും അവരുടെ പാപങ്ങളും അവരുടെ രോഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി സകല ജനത്തിനു വേണ്ടി കാൽവരിയിൽ യാഗമായി എന്ന് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗലാത്യ ലേഖനം 3:13, ഇപ്പോ 2 കൊരിന്ത്യർ 5:21 പറയുമ്പോൾ 2 കൊരിന്ത്യർ 5:21 പറയുന്നത് നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. നാം നീതിമാന്മാരാകുവാനും വിശുദ്ധരാകുവാനും ദൈവത്തിന്റെ മക്കളായിട്ട് വീണ്ടും ജനിക്കുവാനും പാപം അറിയാത്ത കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപം ആക്കി അല്ലെങ്കിൽ പാപം വഹിച്ചു എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. ഗലാത്യർ 3:13 പറയുന്നത് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. എങ്ങനെ? മരക്കുരിശിന്മേൽ തൂങ്ങി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദൈവത്താൽ നൽകപ്പെട്ട ന്യായപ്രമാണങ്ങളോ അല്ലെങ്കിൽ കൽപ്പനകളോ കല്ലുകളിൽ എഴുതപ്പെട്ട വചനങ്ങൾ പോലെ ഹൃദയത്തിന്റെ മാംസ പലകൾ നാം എഴുതുകയും ദൈവത്തെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ദൈവമായിട്ടൊരു ചട്ടവും നിയമവും പ്രമാണിക്കുകയും അതിന് പ്രകാരം ദൈവവചനത്താൽ നൽകപ്പെട്ട ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന ഉത്സവങ്ങൾ നമ്മൾ ആചരിക്കുകയും കൊണ്ടാടുകയും ചെയ്യുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ മറന്നു പോകാതെ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തെ നമുക്ക് എന്നും നിലനിർത്തുവാനും അത് എപ്പോഴും ഒരു പുതുക്കത്തിന്റെ അനുഭവത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കുവാനും ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ നമ്മളെ സഹായിക്കുകയും നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠിക്കുവാൻ വ്യക്തികളായിട്ട് നമ്മുടെ വിശ്വസ്തതയെ നമുക്ക് തെളിയിക്കുവാൻ വ്യക്തികളായിട്ട് മാത്രമല്ല സമൂഹമായിട്ടോ സഭയായിട്ടോ നാം ചെയ്യുമ്പോൾ തീർച്ചയായും ആ ദൈവത്തിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, രക്ഷാപദ്ധതിയിലേക്ക് കർത്താവ് യേശുക്രിസ്തുവിനോട് കൂടെ നമുക്കും നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ഓരോരുത്തരും ആ ദൈവിക സാന്നിധ്യത്തിനായിട്ട് വാഞ്ചിക്കുന്നവര് ആയിരിക്കണം എന്ന് പറയും. 12-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാപന കൂടാരം നിർത്തി. ഈ ജനം ഒന്നിച്ചു കൂടുന്ന സമയങ്ങളിലൊക്കെയും അവർ ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കാമെന്ന് ഉടമ്പടി ചെയ്യുകയും ആവർത്തിച്ച് പറയുകയും തങ്ങൾ പ്രമാണിച്ചു കൊള്ളാം എന്ന് സ്വയമായി സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഈ ജനം ഒന്നിച്ചു കൂടുന്ന സമയങ്ങളിലൊക്കെയും ദൈവത്തിന്റെ കൽപ്പനകള് അല്ലെങ്കിൽ പ്രമാണങ്ങൾ അവിടെ വായിച്ചു കേൾപ്പിക്കുന്നത് ഓരോരുത്തരും അത് കേട്ട് അത് ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് അവിടെ ദൈവസന്നിധിയിൽ ഒരു വാഗ്ദത്തം ചെയ്യുന്ന അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ദൈവത്തിന്റെ സാന്നിധ്യനായിട്ട് വാഞ്ചിക്കുക എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനം കനാനിൽ കടന്നു വന്ന് അവർക്ക് അവരുടെ അവകാശങ്ങൾ വിഭാഗിച്ചു കൊടുത്തു. എന്നാൽ ചില ഗോത്രങ്ങൾക്ക് അവരുടെ അവകാശം വിഭാഗിച്ച് നൽകിയില്ല. അതിനു മുൻപ് തന്നെ അവരുടെ ഇടയിൽ, അവരുടെ മധ്യത്തിൽ സമാഗമന കൂടാരം നിർത്തി എന്ന് നമ്മളിവിടെ വായിച്ചു. ഇപ്പൊ ദൈവം വസിക്കുന്ന വിശുദ്ധ മന്ദിരം തന്റെ ജനത്തിന്റെ ഇടയിൽ ദൈവം വസിക്കുന്നു എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുവാനും ആ ദൈവത്തിന്റെ സാന്നിധ്യം തങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ആ ജനത്തിന് തിരിച്ചറിയുവാനും ആ ദൈവ സാന്നിധ്യം എത്രമാത്രം അവരെ ശക്തീകരിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഓർക്കുവാനും മാത്രമല്ല ആ ദൈവത്തിന്റെ ആരാധന അല്ലെ ദൈവത്തോടുള്ള ആരാധന എന്ന് പറയുന്നത്, ആ വിശുദ്ധ മന്ദിരത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്, അല്ലെ ദൈവത്തിന്റെ ആലയത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് എപ്പോഴും ആ ദൈവജനത്തിന്റെ ജീവിതത്തിൽ ദൈവമക്കളായിട്ട് അവർക്ക് നിലനിൽക്കുവാൻ അവരെ സഹായിക്കുന്ന അവരുടെ കടമകളെയും അവരുടെ ഉത്തരവാദിത്വങ്ങളെയും അവരുടെ ഉടമ്പടികളെയും ഓർക്കുവാനും അത് ചെയ്യുവാനും അവരെ സഹായിക്കുന്ന ഒന്നായതുകൊണ്ടാണ് ആ ഇസ്രായേൽ ജനത്തിന്റെ പാളയങ്ങളുടെ നടുവിൽ തന്നെ ദൈവത്തിന് വിശുദ്ധ ഒരു മന്ദിരം പണിയുവാൻ ദൈവം മോശ മുഖാന്തരം ആവശ്യപ്പെടുവാൻ ഇടയാക്കുന്നത്. അത് തന്നെയാണ് നാം ഇവിടെയും കാണുന്നത്. എബ്രായ ലേഖനത്തിന്റെ 9-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വിശുദ്ധ മന്ദിരം എങ്ങനെയാണ് ദൈവത്തിന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ രക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറുന്നതും, കർത്താവ് യേശു ക്രിസ്തു ഈ വിശുദ്ധ മന്ദിരത്തിൽ എന്ത് ചെയ്യുന്നുവെന്നും എങ്ങനെ പ്രവേശിച്ചുവെന്നും നമ്മളിവിടെ വായിക്കുന്നുണ്ട്. ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു എന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ വിശുദ്ധ മന്ദിരത്തിലേക്ക്
പ്രവേശിച്ച കർത്താവ് യേശു ക്രിസ്തു എങ്ങനെയാണ് പ്രവേശിച്ചത് എന്ന് നമ്മളുടെ വായിച്ചു. അത് ആട്ടുകൊറ്റന്മാരുടെയോ പശുക്കിടാക്കളുടെയോ രക്തവും കൊണ്ട് മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്ന പോലെയല്ല. തന്റെ സ്വന്തം രക്തത്താൽ കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വീണ്ടെടുപ്പ് ഒരുക്കുന്നതിന് വേണ്ടി ഒരിക്കലായിട്ട് അവിടെ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പും രക്ഷയും എത്ര സുനിശ്ചിതമായ ഉറപ്പുള്ള കാര്യമാണ് എന്ന് നമുക്കവിടെ വായിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ വിശുദ്ധ മന്ദിരത്തിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ദേവാലയത്തിന്റെയും സാന്നിധ്യം ദൈവജനത്തിന്റെ ഇടയിൽ അവരുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും ഉടമ്പടികളും ഓർക്കുവാൻ എത്രമാത്രം അവരെ സഹായിക്കുന്നു, അല്ലെ സഹായിക്കാൻ അത് പ്രേരകമായി തീർന്നു. ഇപ്പൊ ദേശത്തിന്റെ നടുവിൽ കേന്ദ്രബിന്ദുവായിട്ട് ആ വിശുദ്ധ മന്ദിരം നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ആ ഭൗമികമായ ഒരു വിശുദ്ധ മന്ദിരം, ആ വിശുദ്ധ മന്ദിരത്തിൽ നാം ഓരോരുത്തരും ഇന്നും നമ്മുടെ യാഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നാം സമർപ്പിക്കുമ്പോൾ നാം ആ രക്ഷയുടെ അനുഭവത്തിൽ എത്രമാത്രം നിരന്തരം വ്യാപരിച്ചുകൊണ്ട് ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനും, മാത്രമല്ല ഇന്നത്തെ ലോകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള അനേക പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളുടെ, ആധുനിക ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, നമ്മുടെ പോരാട്ടങ്ങളുമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ നോട്ടം കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വിശുദ്ധ മന്ദിരത്തിലെ യാഗങ്ങളും വഴിപാടുകളും ആരാധനകളും നമ്മുടെ രക്ഷയെ സാധ്യമാക്കി തീർക്കുന്ന ഒരു മഹാപുരോഹിതൻ തന്റെ സ്വന്തം രക്തത്താൽ അവിടെ പ്രവേശിച്ചിരിക്കുന്നു എന്നും അനുസരണമുള്ള മക്കളായി നാം ഓരോരുത്തരും ആ ദൈവത്തിന്റെ വിശുദ്ധ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുവാനും നമ്മളെ പൂർണ്ണമായിട്ട് അവിടെ സമർപ്പിക്കുവാനും ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷണിക്കുവാനും ആ സാന്നിധ്യത്തിന്റെ മറവിൽ നമുക്ക് ജീവിക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ദൈവം തന്റെ ജനത്തോടുകൂടെ, കർത്താവ് യേശു ക്രിസ്തു തന്റെ ജനത്തോടുകൂടെ അവരിടയിൽ വസിക്കുന്ന ആ ഒരു വലിയ സന്തോഷ അവസരത്തിനായി നമുക്ക് വിശ്വാസത്തോടെ കാത്തിരിക്കുകയും ചെയ്യാം. നാം ഇന്ന് ചിന്തിച്ചതുപോലെ ഈ ആഴ്ച നമ്മൾ പഠിച്ച വിവരങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ഉടമ്പടി, പെസഹയുടെ ഓർമ്മപ്പെടുത്തൽ ആചരണം, ഒരു യാഗപീഠത്തിന്റെ പുനഃസൃഷ്ടി, ദൈവത്തിന്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും കല്ലുകളിൽ എഴുതപ്പെട്ടതുപോലെ അത് മാഞ്ഞു പോകാതെ, അത് നഷ്ടപ്പെട്ടു പോകാതെ, അത് പാലിക്കുന്നതിലൂടെ, അനുസരിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം നാം ആഗ്രഹിച്ചുകൊണ്ട്, വാഞ്ചിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്ര സ്ഥാനം ആ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരവും സ്ഥാനവുമായി ഈ ഭൗമിക ലോകത്ത് നമ്മുടെ ജീവിതത്തിലെ ആ കേന്ദ്ര ബിന്ദു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവായിട്ട് മാറിക്കൊണ്ട് നിലനിന്നുണ്ട്. ആ ഒരു വലിയ സന്തോഷത്തിന്റെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നമ്മളെ വിളിച്ച് വേർതിരിക്കുന്ന ഒരു സന്തോഷ അനുഭവത്തിലേക്ക് നോക്കി പാർത്തുകൊണ്ട് ജീവിപ്പാൻ ഇത് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പാഠത്തിലൂടെ ഉപസംഹരിക്കുന്നു. ഈ പാഠം പഠിക്കുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളെയും ദൈവത്തിന്റെ കൃപയിലും കരുണയിലും ചെറിയ മറവിലും സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളേവരെയും അവിടുത്തെ സമാധാനത്തിൽ വഴി നടത്തട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ,
വീണ്ടും നിന്റെ കുഞ്ഞുങ്ങളാവുന്ന അടിയങ്ങൾക്ക് അവിടുത്തെ വചനം പഠിക്കുവാൻ, അവിടുത്തെ ആഹ്വാനങ്ങളെ, ഓർമ്മപ്പെടുത്തലുകളെ, തിരുവചന പ്രമാണങ്ങളെ, ഉപദേശങ്ങളെ അടിയങ്ങൾ ഓർത്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അത് അടിയങ്ങളുടെ ജീവിതത്തിൽ അടിയങ്ങൾ പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും അത് അനുവർത്തിച്ചുകൊണ്ടും ദൈവിക സാന്നിധ്യത്തിൽ അടിയങ്ങൾക്ക് നിലനിൽപ്പാൻ ചെയ്യുവാൻ അവിടുത്തെ വലിയ മഹത്വമുള്ള ആ കൃപ, അനുഗ്രഹം അടിയങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി ഞങ്ങളുടെ ദൈവം വസിപ്പാൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വലിയ യാഗം അടിയങ്ങളെ കർത്താവിന്റെ മക്കളാക്കി തീർത്തുകൊണ്ട് അവിടുന്ന് അടിയങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ആ വാഗ്ദത്ത നാട്ടിൽ അടിയങ്ങൾക്കും പ്രവേശിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ അവിടുന്ന് സൂക്ഷിക്കുക, പരിപാലിക്കുക, ഒരുക്കുകയും ആത്മാവിൽ നിലനിർത്തുകയും ദിനന്തോറും ജീവിതത്തിൽ അടിയങ്ങളോടൊന്ന് കൂടെ ഇരുന്ന് ഇസ്രായേൽ ജനത്തോട് കൂടെ ഇരുന്ന് സഞ്ചരിച്ചതുപോലെ അടിയങ്ങൾ കൂടെ ഇരുന്ന് വഴി നടത്തുകയും പരിപാലിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യണമെന്ന് അടിയങ്ങൾക്ക് ആ ജീവനം നൽകിയ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപകൾക്കും നൽകുകയുമേ. ആമേൻ. എല്ലാ പ്രീതമക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളുവരെയും അനുഗ്രഹിക്കുന്നതാവട്ടെ. ആമേൻ.